ശിവപ്രിയ മോളെ, മോളെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത്. അങ്ങ് യമദേവനാണല്ലേ? അതെ മകളെ, മകളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അങ്ങയോടൊപ്പം വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അച്ഛനെയും മണിച്ചേട്ടനെയും ദേവചേച്ചിയും വിദ്യാമ്മയും ഒക്കെ ഒന്ന് കാണണം. അതിനൊന്നും ഇനി സമയമില്ല മകളെ. വരൂ, നമുക്ക് പോകാം. ക്ഷമിക്കണേ യമദേവ, 9 വയസ്സ് പൂർത്തിയാവുന്ന സമയം വരെ എന്റെ ആയുസിന് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ എല്ലാരും പറയുന്നത്. 9 വയസ്സ് തികയാൻ എനിക്ക് ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ ഒരിക്കൽ കൂടി കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം? എന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് അങ്ങയുടെ കൂടി കടമയല്ലേ? മഹാദേവ, ദൈവാംശമുള്ള ഈ കുഞ്ഞിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ എനിക്ക് ആവുന്നില്ലല്ലോ. ഞാൻ എന്താണ് വേണ്ടത്? യമദേവ, താങ്കളുടെ പ്രതിസന്ധി ഞാൻ മനസ്സിലാക്കുന്നു. ഉത്തമ ഭക്തിയായ ശിവപ്രിയയുടെ അന്ത്യാഭിലാഷം സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ ബാലികയ്ക്ക് അവൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ അകക്കണ്ണാൽ കാണാനുള്ള അവസരം ഒരുക്കുക. പക്ഷേ അത് മാത്രകൾക്കുള്ളിൽ കഴിയണം. സമയം അതിക്രമിച്ചാൽ അങ്ങയ്ക്ക് അങ്ങയുടെ കർത്തവ്യം നിറവേറ്റാൻ പറ്റാതെ പോകും. ശരി മഹാദേവ. മോൾക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാൻ ഒരവസരം ഞാൻ ഒരുക്കാം. കണ്ണടച്ച് മോളുടെ ഇഷ്ടദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ മോൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം മോളുടെ മുന്നിലെത്തും. അമ്മേ, മൂകാംബികെ, മഹാമായേ, മഹാദേവ, ശങ്കര, ശംഭോ, അമ്മേ. മോളെ, അച്ഛാ, മോളെ, അച്ഛാ, മോളെ, അച്ഛന്റെ പൊന്നു മോളെ. കരയല്ലേ അച്ഛാ? അച്ഛാ, ഞാൻ പോയാലും എന്റെ അച്ഛൻ സങ്കടപ്പെടരുത്. മണിച്ചേട്ടനുണ്ടല്ലോ അച്ഛന്. മോളെ, അച്ഛാ, ഇനി അച്ഛൻ പൊക്കോ. ശിവക്കുട്ടി, മണിച്ചേട്ടാ, ഞാൻ പോവാം മണിച്ചേട്ടാ. അതിനുമുമ്പ് എനിക്ക് മണിച്ചേട്ടനെ കാണാൻ പറ്റില്ലോ. അച്ഛനെ ഇളയമേ ചേട്ടൻ നല്ലോണം നോക്കണേ. അവരെ വിഷമിപ്പിക്കല്ലേ. ചേട്ടന്റെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശിവക്കുട്ടി, നീ എങ്ങും പോണ്ട. പോണം ചേട്ടാ, എനിക്ക് പോകാൻ നേരമായി. ചേട്ടൻ പൊയ്ക്കോ. മോളെ, ആ ദേവ് ചേച്ചി, ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ പോയാലും ചേച്ചിക്ക് വിദ്യാമ്മയുണ്ടല്ലോ. എനിക്ക് വേണ്ടി ചേച്ചിയും വിദ്യാമ്മയും
എന്നും മൂകാംബിക ദേവിയോട് പ്രാർത്ഥിക്കില്ലേ? വിദ്യാമ്മേ, നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും എനിക്ക് പോയല്ലേ പറ്റൂ. ഇല്ല മോളെ, നിന്നെ അമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എങ്ങും പോവില്ല. Ha ha!